മഴക്കാലത്ത് വളരെ ശ്രദ്ധ വേണ്ട കാര്യങ്ങളൊന്നാണ് നമ്മുടെ വൈപ്പറിന്റെ ഹെൽത്ത് എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ വൈപ്പർ ബ്ലേഡ് നമുക്ക് തന്നെ മാറാമെന്നുള്ളതാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. വൈപ്പർ കവർ ചെയ്യുന്ന പോർഷനിൽ വെള്ളം മുഴുവനായിട്ട് ക്ലീൻ ആയില്ലെങ്കിൽ അതിനർത്ഥം വൈപ്പർ ബ്ലേഡ് മാറുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം പഴയ വൈപ്പർ ബ്ലേഡ് എങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് വൈപ്പർ ആം ഒന്ന് ഉയർത്തി വെക്കണം. വൈപ്പർ ബ്ലേഡ് റിമൂവ് ചെയ്യാനായിട്ട് ഈ താഴ്വശത്ത് ഒരു പിന്ന് വരുന്നുണ്ട്. ഈ പിന്ന് ഞെക്കി പിടിച്ചിട്ട് ബ്ലേഡ് താഴത്തോട്ട് പുഷ് ചെയ്യുക. ഇത് ഫ്രെയിംലെസ് മോഡൽ വൈപ്പറാണ്. ഇതിന് റിമൂവ് ചെയ്യാനായിട്ട് താഴെ ഒരു പിന്നോ അല്ലെങ്കിൽ മുകളിലായിട്ടൊരു ക്ലിപ്പോ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ പഴയ ബ്ലേഡ് റിമൂവ് ചെയ്തു. ഇനി നമുക്ക് പുതിയത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് പുതിയ വൈപ്പർ ബ്ലേഡ് ആമിലേക്ക് താഴെ നിന്നും പുഷ് ചെയ്യണം. ഇങ്ങനെ പുഷ് ചെയ്തൊരു ക്ലിക്കിംഗ് സൗണ്ട് കേൾക്കുമ്പോഴാണ് വൈപ്പർ ഇൻസ്റ്റാൾ ആയെന്ന് അറിയുന്നത്. ഇതിനുശേഷം വൈപ്പർ ആം പഴയ പൊസിഷനിലേക്ക് വയ്ക്കുക. രണ്ടാമത്തെ ബ്ലേഡ് മാറിയതിനു ശേഷം വൈപ്പർ ഒന്ന് ഓൺ ചെയ്ത് നോക്കുക. കറക്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമുക്ക് വൈപ്പർ വാഷർ ഫ്ലൂയിഡ് കറക്റ്റ് അളവിലുണ്ടെന്ന് ഉറപ്പാക്കണം. ഇതെങ്ങനെയാണ് നമുക്ക് നിറയ്ക്കുന്നത് നോക്കാം. ഇതാണ് വൈപ്പർ വാഷർ ഫ്ലൂയിഡ് നിറയ്ക്കുന്ന സ്ഥലം. ഇതിൽ ഗ്ലാസ്സിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് വെള്ളമോ മറ്റു വൈപ്പർ വാഷർ ഫ്ലൂയിഡോ നിറയ്ക്കുക. ഗ്ലാസ് തുടയ്ക്കാനായിട്ട് കൈ ഉപയോഗിക്കുന്നതിന് പകരം ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് തുടയ്ക്കുക. അല്ലെങ്കിൽ കയ്യിലെ എണ്ണമയൊക്കെ പറ്റി വിസിബിലിറ്റിയെ ബാധിക്കും. മഴക്കാലത്തിന് മുമ്പ് തന്നെ വൈപ്പർ ബ്ലേഡിന്റെ കണ്ടീഷൻ നല്ലതാണെന്ന് ഉറപ്പുവരുത്തുക. ഇതോടൊപ്പം വൈപ്പർ എല്ലാ സ്പീഡിലും കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ ഇത് നമ്മുടെ സേഫ്റ്റിയെ ബാധിക്കും. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. സീ യു സൂൺ.